പ്രഭാതവന്ദനങ്ങൾ. ഒരു കപ്പലിൽ ജൈറോസ്കോപ്പ് എന്നുള്ളൊരു ഡിവൈസ് ഒരു ഉപകരണമുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കടൽ പ്രക്ഷുബ്ധമായാലും കപ്പലിനെ സമനിലയിൽ നിർത്തുവാനായിട്ടാണ് ആ ഉപകരണം ഉപയോഗിക്കുന്നത്. അതായത് തിരമാലകൾ ഏറി വന്നാലും അതിനെ ഒരു സന്തുലിതാവസ്ഥയിൽ, കപ്പലിനെ ഒരു സന്തുലിതാവസ്ഥയിൽ നിർത്തിക്കൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് ആ ഒരു ഉപകരണം സഹായിക്കുന്നു. ശരിക്കും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് ഈ ഒരു റോൾ ഏറ്റെടുക്കുന്നത്. കാറ്റും കോളും തിരമാലകളും ഒക്കെ ആഞ്ഞടിച്ചാൽ പോലും നമ്മളെ ആ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ സഹായിക്കും. ഒരു വചനമുണ്ട്, റോമൻസ് 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ, നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ, എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ആ ക്രിസ്തുവിൻ്റെ അബൈഡിങ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മളെ നിറച്ച് നമ്മളെ സന്തുലിതമായിട്ട് കൊണ്ടുപോകുവാനായിട്ട്, നമ്മളെ വളരെ സമാധാനത്തിൽ കൊണ്ടുപോകുവാനായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ഒന്നും കൂടി ഇൻവൈറ്റ് ചെയ്ത് ആ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പീസിൽ നമ്മളായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉൾവിളിക്കനുസരിച്ച് ജീവിക്കുവാൻ, പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആയിരിക്കുവാൻ തക്കവണ്ണം വലിയൊരു കൃപ ഇന്ന് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അങ്ങനെ ക്രിസ്തുവിൻ്റെ പെർഫെക്റ്റ് പീസ്, സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് കർത്താവ് നമ്മളെല്ലാവരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പല ജീവിത സാഹചര്യങ്ങളിലും കാറ്റും കോളും തിരമാലകളും ഒക്കെ ആഞ്ഞടിച്ചാലും ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു ജീവിക്കുവാനായിട്ടുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ കർത്താവെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി ഹോളി സ്പിരിറ്റുമായിട്ട് കർത്താവെ ചേർന്ന് വസിക്കുവാനായിട്ട്, ആത്മാവിൽ നടക്കുന്നവരായി തീരുവാനായിട്ട്, ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് കർത്താവെ ഞങ്ങളെല്ലാവരെയും അങ്ങ് മാറ്റണം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.